പരിശുദ്ധ പരമാധികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. കർത്താവായ യേശു പരിശുദ്ധ അമ്മ വഴിയായി നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇരുകരങ്ങളെ ഉയർത്തി അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ നീ നൽകിയ എല്ലാ കൃപകൾക്ക്, അനുഗ്രഹങ്ങൾക്ക്, അഭിഷേകങ്ങൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവേ ആരാധന. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. നീ വരൂ സ്നേഹമേ, എൻ ദൈവമേ, ശാന്തിയാ സൗഖ്യമാ, നീ വരൂ എൻ നായക. ശിരസ് നമിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ആശ്ലേഷിക്കുന്ന പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനുതാപത്തിന്റെ വഴികളിലൂടെ നയിച്ച നിത്യതയിലേക്ക് എത്തിക്കുന്ന പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളെ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരിക്കൽ കൂടി ഇരു കരങ്ങൾ ഉയർത്തി കർത്താവായ യേശുവിനെ സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. ഈ ദിവസം അഭിഷേകമുള്ളതായി ഈ തിരുമണിക്കൂറുകളിലൂടെ ജോസഫ് അച്ഛനോട് ദൈവവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിയാൻ, ഞങ്ങളുടെ ഹൃദയ നവീകരണങ്ങൾ ഉണ്ടാകാൻ, ആത്മീയ അഭിഷേകമുണ്ടാകാൻ, അഗ്നിയാൽ ജ്വലിക്കാൻ പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ അഗ്നി ഈ മണിക്കൂറിൽ ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശ്വരാധന, ഹല്ലേലൂയ. നീ വരൂ സ്നേഹമേ.
ശിരസ്സെന്ന് വെച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ബലം നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ധീരനും ശക്തനുമായിരിക്കുക എന്ന് ഞങ്ങളോട് ബോധിപ്പിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല ഉപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മൗനമായി നമ്മുടെ വിവിധ ആവശ്യങ്ങൾ, ഉടമ്പടിയിൽ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള നിയോഗങ്ങൾ, ഈ ഉടമ്പടി പുതുക്കുമ്പോഴും നമ്മൾ സമർപ്പിച്ചിട്ടുള്ള ഇവരിൽ നമുക്ക് ലഭിക്കാത്ത പോയ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. കൃപാസനത്തിൻ്റെ ഓരോ ശുശ്രൂഷ മേഖലകളെയും, ഇവിടുത്തെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും ഇവിടുത്തെ എല്ലാ ശുശ്രൂഷയുടെ കുടുംബാംഗങ്ങളെയും, പ്രത്യേകമായി ഈ ദിവസത്തെയും ഈ നിമിഷങ്ങളിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥ സഹായം ഉണ്ടാകണമേ എന്നും ഈ തിരുമണിക്കൂറുകൾ അഭിഷേകമുള്ളതായി തീരണമെന്നും ദൈവവചനം ആഴമായി നമ്മുടെ ഹൃദയങ്ങളിൽ പതിക്കുവാൻ ഇടയാക്കണമേ എന്നും അച്ഛനിലൂടെ പരിശുദ്ധാത്മയുടെ അഭിഷേകത്തിൻ്റെ അഗ്നി ഇറങ്ങി വരാനും കർത്താവിൻ്റെ കാരുണ്യം കൃപയും ഈ നിമിഷം അനുഭവിച്ചറിയാനും ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഇവിടെ ആദ്യമായിട്ട് കടന്നു വന്നിട്ടുള്ളവർ, ഇനി ഇവിടെ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ, ആഗ്രഹിച്ചിട്ടും കടന്നു വരാൻ സാധിക്കാതെ പോയിട്ടുള്ളവർ, അവരെയൊക്കെ നമുക്ക് നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരിക്കൽ കൂടി ഇരു കരങ്ങൾ ഉയർത്തി അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ ഹൃദയം മനസ്സും തുറന്ന് വലിയ സ്വരത്തിൽ യേശുവേ എന്ന് വിളിച്ചു യേശുവേ നിമിഷത്തിലേക്ക് ഇറങ്ങി വരണമേ. അഭിഷേകത്തിന്റെ ജനങ്ങളാക്കി മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ഭാരങ്ങളെ, കെട്ടുകളെ മാറ്റി ഈ ആരാധന മണിക്കൂറിലെ അഭിഷേകമുള്ളതാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനമാണ് നമ്മളെ കർത്താവിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് നേരത്തെ ഉടമ്പടി ചെയ്തവരെയും ഇപ്പോഴും ഈ സീസണിലെ ഉടമ്പടി ചെയ്തവരെയും ഒക്കെ നിലനിർത്തുന്നത് ഉടമ്പടി ധ്യാനമാണ്. കാര്യം ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് കവനൻറ്റ് എല്ലാം കിട്ടുന്നത് തിയറി, സിദ്ധാന്ത തലങ്ങൾ. നമുക്ക് പ്രയോഗത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിയറി നമുക്ക് കിട്ടണ്ടേ, സൈദ്ധാന്തികമായ ഒരു വശം കിട്ടണമല്ലോ. അപ്പോഴാണല്ലോ അതിൻ്റെ പ്രായോഗിക നില കിട്ടണത്. അപ്പം ഈ പ്രായോഗിക നിലയ്ക്കുള്ള സൈദ്ധാന്തിക വശം നമുക്ക്, ആധ്യാത്മിക സൈദ്ധാന്തിക വശം നമുക്ക് കിട്ടുന്നത്
ഉടമ്പടി ധ്യാനത്തിലാണ്. അതുകൊണ്ടാണ് മസ്റ്റായിട്ട് എല്ലാവരും ഉടമ്പടി എടുത്ത് വരും. ഉടമ്പടിയുടെ കണക്റ്റഡായിട്ടുള്ള ആൾക്കാരെ ഉടമ്പടി കൂടണമെന്ന് പറയണം, ഉടമ്പടി ധ്യാനം കൂടണമെന്ന് പറയണത്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളെയും തീർത്ഥാടന ഉടമ്പടിയായി അങ്ങയുടെ തിരുസന്നിധിയിലെത്തിയിരിക്കുന്ന ഞങ്ങളെയും ഓൺലൈൻ ഉടമ്പടിയായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഈ ആഴ്ചയിലെ ഈ ധ്യാനം കൂടുന്നവരെയും അമ്മയെ പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിലെ ഈശോയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പരമപിതാവിനെ ഇതിനാദം പോലെ സ്തുതിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതയാത്രയിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിയിടുക തിരുകൃപ മതിയെനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ഉടമ്പടി സാക്ഷ്യ വിചാരണ ചെയ്യും. എപ്പോഴും അനാലിസിസ് ഓഫ് കവനൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഞാൻ അതിൻ്റെ ട്രയൽ എന്നൊക്കെയാണ് വിളിക്കുന്നത്. കാര്യം അതൊരു വിചാരണ കൂടിയാണ്. അപ്പോൾ ഈ ഒരാഴ്ചയിൽ സ്വാഭാവികമായിട്ടും 20x7 140 സാക്ഷ്യങ്ങൾ, എ ക്ലാസ് സാക്ഷ്യങ്ങൾ പറയും. 140 സാക്ഷ്യങ്ങൾ, എ ക്ലാസ് സാക്ഷ്യങ്ങൾ ഒരാഴ്ചയിൽ ഈ ആൾത്താറിൽ പറയുമ്പോൾ അതിൽ നിന്ന് ഒരു ദിവസം 2 സാക്ഷ്യമാണ് നമ്മൾ അപ്പ് ചെയ്യണത്. ആ അപ്പ് ചെയ്യണതിൻ്റെ അത് അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ വ്യത്യസ്ത. ഉടമ്പടി ഓൾമോസ്റ്റ് ഓൾ സബ്ജക്റ്റാണ് കവർ ചെയ്യണത്. പണ്ടത്തെ ആധ്യാത്മിക ഇതുപോലെയുള്ള ധ്യാന രംഗങ്ങളിലുള്ള കള്ളുകൂടി മാറുക, അല്ലെങ്കിൽ രോഗം സുഖപ്പെടുക, ഉടമ്പടി വരുമ്പോൾ, ഉടമ്പടിയിലേക്ക് സഭ വരുമ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം സങ്കീർണമായ മനുഷ്യൻ്റെ ആധുനികമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉടമ്പടിയിൽ ദൈവം സമാധാനം കൊടുക്കുന്ന കാരണം നമ്മളത് എല്ലാം തരംതിരിച്ച് സെക്ഷൻ ബൈ സെക്ഷനായിട്ടാണ് അപ്പ് ചെയ്യണത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പ് ചെയ്തത് ഗാട്ടാ ഗുസ്തിക്കാരത്തിയാണ്. ഗാട്ടാ ഗുസ്തിക്കാരത്തിയുടെ സാക്ഷ്യമാണ് അപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എന്താ കാര്യം, ആ മേഖലയിൽ സ്പോർട്സിൻ്റെ മേഖല നമുക്കറിയാമല്ലോ. ദൈവത്തിന് ഇന്ന മേഖലയെന്നില്ല. ദൈവത്തിന് എല്ലാ മേഖലയും ദൈവത്തിൻ്റെ മേഖലയാണ്. എല്ലാ മേഖലയും ദൈവത്തിന് പ്രത്യേകം കൽപ്പന തന്നിട്ട് ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയം ഒഴിച്ച് ബാക്കി എല്ലാ മേഖലയും ദൈവത്തിൻ്റെ മേഖലയാണ്. അപ്പോൾ ഈ എല്ലാ മേഖലയും ദൈവത്തിൻ്റെ മേഖലയാണ്. അതിനകത്ത് തിന്മ ചെയ്യാനുള്ള പ്രവണത മനുഷ്യന് ഉള്ളത് കാരണമാണ് തിന്മയുടെ ചില ചാപ്റ്റർ തന്നിട്ട് അതൊഴിച്ച് എന്ന് പറയണത്. ഇപ്പം വ്യഭിചാരം എല്ലാ മേഖലയും ദൈവത്തിൻ്റെ മേഖലയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും വ്യഭിചാരം ചെയ്യാവില്ല, പറ്റത്തില്ല. കക്കാവ പറ്റത്തില്ല. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം വിശുദ്ധിയുടെ വിഷയമാണ്. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇതൊക്കെ പാപമാകുന്നത് എന്ന് വെച്ചാൽ അത് കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമാണ്. കർത്താവിൻ്റെ വചനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മനസ്സിലാകുന്ന വചനം. ഇപ്പം നമ്മൾ 10 കൽപ്പനകൾ, ഇപ്പം കഴിഞ്ഞ ഇത് രാവിലെ ഒരു പ്രശ്നമുണ്ടായി. രാവിലെ ബഹുമാനയുടെ അച്ഛൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രഭു അച്ഛൻ. അപ്പോൾ പ്രഭു അച്ഛൻ കുർബാന അർപ്പിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുർബാന സ്വീകരിച്ചു. ഞാനവിടെ മുട്ട നിൽക്കിയിരുന്നു. മുട്ട നിന്നപ്പോൾ ഈശോ ഒരു ഡെന്തൽ കളറിലുള്ള ഒറ്റ ഉടുപ്പ് ഇട്ടിരിക്കുന്ന ഒരു കോർദ് ഈ ചരട് കൊണ്ട് കെട്ടിയിട്ടുണ്ട് അരക്ക്. പക്ഷേ ഈശോ നമ്മൾ ചുവപ്പ് മേലങ്കയ്ക്ക് പകരം
ചുവപ്പ് മേലങ്കിക്ക് പകരം ഈശോ ഇട്ടിരിക്കുന്നത് വയലറ്റ് മേലങ്കിയാണ്. അപ്പം വയലറ്റ് മേലങ്കി ഇട്ട് ഇങ്ങനെ ഈ ഒരു ദർശനമാണത്, കുർബാന സ്വീകരിച്ചപ്പോൾ കിട്ടിയ ദർശനമാണ്. വയലറ്റ് മേലങ്കി ഇട്ടിട്ട് നല്ല രസമാണ് ആ വയലറ്റ് മേലങ്കി കിടക്കണത് കാണാൻ. പക്ഷേ ഈശോ മുഖം അത്ര രസമല്ല. എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ രൂക്ഷമായി എന്തോ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ശബ്ദമൊന്നും കേൾക്കാത്ത കാരണം ഞാൻ പെട്ടെന്ന് ജോമനടുത്തിരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് വിശ്വപ്രമാണത്തിൽ ബൈബിളിൽ ഈശോ എന്താ സംസാരിച്ചെന്ന് അറിയണ്ടേ, നമുക്ക് ശബ്ദം കേട്ടില്ലല്ല. അപ്പം ദർശനം ഓക്കെയാണെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ പെട്ടെന്ന് വിശ്വപ്രമാണത്തിൽ വചനം ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കുത്തി ജോമണിന് കൊടുത്ത് പറഞ്ഞ് എനിക്ക് കണ്ണത്തേക്ക് പ്രശ്നമില്ല, കന്നഡയില്ലായിരുന്നു. അപ്പം ഞാൻ ഇതൊന്ന് വായിച്ചു കൊള്ളാൻ പറഞ്ഞു. ആ വായിച്ച ഭാഗം ആണ് ഈശോ ഇന്ന് സംസാരിച്ചത്. ആ വായിച്ച ഭാഗം എടുത്തുള്ള ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, മഹത്വം, ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. ജോയൽ 2:17. ആ ജോയൽ 2:17 ആണ് ഇപ്പൊ കുത്തിയപ്പോൾ കിട്ടിയത്. ആ സമയത്ത് വായിച്ചോളൂ. കർത്താവിന്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ, പറയാ കർത്താവിന്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ. ജനതകളുടെ ഇടയിൽ പഴമൊഴിയും പരിഹാസപാത്രവുമാകാതെ അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ. എവിടെയാണ് പറഞ്ഞോളൂ, എവിടെയാണ് അവരുടെ ദൈവം എന്ന് ജനതകൾ ചോദിക്കാൻ ഇടവരുന്നത് എന്തിന്? അപ്പൊ ഇതെന്താ പ്രശ്നത്തില് ഇതിൻ്റെ വരുന്ന കണക്ഷൻ എന്ന് വെച്ചാൽ, കർത്താവ് തിരിഞ്ഞ് എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിലൊരു വിഷയം തന്നായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹ്റോൻ്റെ അവകാശം കർത്താവാണെന്ന്. അപ്പം അഹ്റോൻ്റെ അവകാശം കർത്താവാണെന്ന് ഒരു മെസ്സേജ് വന്നായിരുന്നു ഈ കർത്താവ് തിരിയണ സമയത്ത്. അപ്പോൾ അഹ്റോൻ്റെ അവകാശം എന്ന് വെച്ചാൽ പുരോഹിതൻ. ഇപ്പം ഞങ്ങൾ 2 പുരോഹിതന്മാരാണ് ഇവിടെയുള്ളത്. അപ്പോൾ നിങ്ങളാണ് ഈ സമയത്ത് ഇവിടെ ഉള്ളത്. ഇപ്പം നിങ്ങളാണ് കർത്താവിൻ്റെ അവകാശമെന്ന് കർത്താവ് പറയുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. നിങ്ങളുടെ വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയണത്. പുരോഹിതൻ ബലിപീഠത്തിനും ഭൂമുഖത്തിനും എതിരെ നിന്നുകൊണ്ട് ജനങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ എന്നാണ് പറയണത്. അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഈ ധ്യാനത്തിൽ പറയാമെന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. പക്ഷെ ധ്യാനത്തിൻ്റെ ആദ്യത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് ഡൈവേർട്ട് ചെയ്യണം കണ്ടില്ലേ? എന്താ ഡൈവേർട്ട് ചെയ്യണത്? അതായത് എല്ലാ മേഖലകളും ദൈവത്തിൻ്റെതാണ്. എല്ലാ മേഖലകളും കൽപ്പനകൾ ഇല്ലാത്ത സ്ഥലങ്ങളാണ് ദൈവത്തിൻ്റെതാണ്. കൽപ്പനകളുള്ള സ്ഥലങ്ങൾ ദൈവത്തിൻ്റെതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവിടെ തിന്മയുണ്ടെങ്കിൽ തിന്മകളെ ഒഴിവാക്കിയാൽ മാത്രമേ ഉടമ്പടി വർക്കൗട്ട് ആകത്തുള്ളൂ. കൽപ്പനകൾ നൽകിയിട്ടുള്ള മേഖലകളുണ്ട്. വ്യഭിചാരം ചെയ്യരുത്, പിന്നെന്താണ്? കക്കരുത്, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. ആ കൽപ്പനകളുടെ എല്ലാത്തിനും അന്തർധാര എന്താണ്? ശ്രുതികളുടെ മക്കളെ, ശ്രുതികളുടെ ഹല്ലേലൂയ. സമാഗതമാ സകലരും അനുദപിക്കാം, സർവം സമർപ്പിക്കുവാൻ സകലരും വണങ്ങിടുവിൻ.
കൽപ്പനകളുടെ അടിസ്ഥാനം എന്താണെന്ന് അറിയണം. അല്ല, വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത് എന്ന് പറയുമ്പോൾ ആ ഫങ്ഷൻ അങ്ങ് ഒഴിവാക്കുകയല്ല പ്രശ്നം. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ലെവയ പുസ്തകം 20:7. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ലേവ്യർ 20:7. ലേവ്യർ 20:7. അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ. പറഞ്ഞേ, അതിനാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ. എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ദിസ് ഈസ് ദ പോയിന്റ്. എല്ലാ കൽപ്പനകളും ഇപ്പം നമ്മൾ കൊല്ലരുത്, മോഷ്ടിക്കരുത് എന്നൊക്കെ പറയുമ്പോഴും ആ ഫങ്ഷൻ അങ്ങനെ പറയാൻ കാരണം എന്താണ്? അത് ദൈവത്തെ ഹോണർ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വാക്ക് പാലിക്കും. അപ്പം ദൈവത്തെ കർത്താവെന്ന് വിളിച്ചുകൊണ്ട് ആദരിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഈ പാപങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അതാണ് വിഷയം. അതുകൊണ്ടാണ് നമ്മൾക്കറിയാം ലെവയർ 10:19-36. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ലെവ്യ 19:36. ശരിയായ തുലാസും ഏറ്റു പറഞ്ഞ ശരിയായ തുലാസും കട്ടിയും ഹിന്നും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈജിപ്ത് ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. അപ്പൊ ബിസിനസ്സുകാരെ കുറിച്ച് പറയണതാണ്. എന്തൊക്കെയാണ് ഉണ്ടാകേണ്ടത്? ശരിയായ കട്ടി ഉണ്ടാകണം. എന്താ കാര്യം? ശരിയായ കട്ടിയായപ്പോൾ നമുക്ക് 1 കിലോത്തിൻ്റെ കട്ടിയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ പൊന്ന് തൂക്കണ ഇതാകും. ഇപ്പോൾ പൊന്ന് തൂക്കണ സ്ഥലത്തൊക്കെ മിനിമം നിയമം എന്താണ്? ക്ലീൻ ആയിരിക്കണം എന്നല്ലേ? അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ നമുക്ക് സ്വർണം തൂക്കി തരുന്ന സ്ഥലത്ത് ആ തട്ടത്തിൽ പൊടിയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 പണയുടെ പൊടിയെങ്കിലും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഒരു 2000 രൂപ ഞങ്ങൾക്ക് പോകും. അതാണ് പ്രശ്നം. പൊടി മതി. അതാണ് ശരിയായ കട്ടി എന്ന് പറയുന്നതിൻ്റെ കാര്യം. കട്ടി എന്ന് പറഞ്ഞാൽ ശരിയായ, ഇപ്പം നീ ഉടമ്പടി എടുത്തു, പക്ഷേ കച്ചവടത്തിൽ നീ കള്ളത്തരമാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അത് മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? അത് എഫ് എന്ന് പറയുന്നത് എന്താണ്? അളവാണ്. എഫ് എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ അളവാണ്. അളവിൽ കുറവ് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപ്പോഴേ ഉടമ്പടി എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് ബേസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഞാനാണ് നിൻ്റെ കർത്താവ്, സത്യവും നീതിയും വിശുദ്ധിയുമുള്ള ദൈവം. ആ ദൈവത്തെ ഉദ്ഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തിന്മകളെ ഉപേക്ഷിക്കണം. കൈ ഇടിച്ച് കർത്താവിനെ ഞങ്ങളുടെ പ്രവർത്തികളിൽ സത്യം സംരക്ഷിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. വിളിച്ചിടുന്നു വിളിച്ചിടുന്നു. 19:32. ശ്രുതികട്ടെ. ലേവ്യർ 19:32. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ലേവ്യർ 19:32. പ്രായം ചെന്ന് നരച്ചവരുടെ മുൻപിൽ
ആദരപൂർവം എഴുന്നേൽക്കുകയും അവരെ പ്രായം ചെന്ന നരച്ചവരുടെ മുൻപിൽ ആദരവോടെ എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം. നിന്റെ ദൈവത്തെ ഭയപ്പെടുക. ഞാനാണ് കർത്താവ്. എല്ലായിടത്തും പറയുന്നുണ്ട് ഞാനാണ് കർത്താവ്. അപ്പൊ ഈ കൽപ്പനയിൽ നിൽക്കണ അടിസ്ഥാനം എന്താണ്? ഞാനാണ് കർത്താവ്. നീ സത്യദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്ന 4ാമത്തെ കൽപ്പനയില്ലേ. അപ്പം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്ന ഫംഗ്ഷൻ അല്ല പ്രശ്നം, മറിച്ച് എന്തുകൊണ്ട് നീ ബഹുമാനിക്കണം? കാര്യം എന്താണ്? ഞാനാണ് കർത്താവ്. അതാണ് വിഷയം. അതായത് ഇന്ന് രാവിലെ അച്ഛൻ സംസാരിച്ച എബ്രഹാമിൻ്റെ വിഷയമില്ലേ, എബ്രഹാത്തിനെ ദൈവം വിളിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് കർത്താവ് എനിക്ക് വെളിപാട് നൽകിയത്. അതിൻ്റെ എബ്രഹാത്തിനെ ദൈവം വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോൾ ബൈബിളിലെ ദൈവത്തിനെയാണ് ബൈബിൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവത്തെയാണ് ഈ ഉടമ്പടി നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതം ക്രമീകരിക്കുമ്പോൾ ആ ക്രമീകരിക്കുന്ന ലക്ഷ്യം ഉടമ്പടിയല്ല. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ മക്കളെ കെട്ടിക്കാനല്ല. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കേണ്ട ഉദ്ദേശം നിങ്ങളുടെ ബിസിനസ്സിനെ ലാഭം കൊണ്ടാക്കാനല്ല, മറിച്ച് ഇപ്പം നിങ്ങൾ അതാണ് ചെയ്യണത്. മനസ്സിലായല്ലേ? നിങ്ങളിപ്പോൾ ഈ പാകിസ്ഥാനും ഇന്ത്യയും പോലെ യുദ്ധം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറയുമെങ്കിലും അതുപോലെയുള്ളൊരു വെടിനിർത്തലാണ് പാപത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഉദ്ദേശം എന്താണ്? ILTS പാസ്സാകുക. അതാണ് പ്രശ്നം. അതല്ല ഉദ്ദേശം. നിങ്ങളൊരു തിന്മ ഉപേക്ഷിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ നിയോഗങ്ങളല്ല എന്ന ഈശോ ഇപ്പോൾ പറയണത്. എന്താണ്? ഞാനാണ് കർത്താവ്. കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് ദൈവത്തെ നിങ്ങൾ സ്വീകരിക്കുന്നതാണ് വചനം നിർവർത്തിക്കുന്നതിൻ്റെയും വിശുദ്ധി പാലിക്കുന്നതിൻ്റെയും അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത്. കൈയിടിച്ച് കർത്താവിനെ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ. നിൻഹിതം പോലെ നടത്തണേ, പോകേണ്ട വഴി കാണിക്കണേ. നിൻഹിതം പോലെ നടത്തണേ, പോകേണ്ട വഴി കാണിക്കണേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സന്തോഷത്തോടെ സ്നേഹത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വിശ്വാസത്തോടെ പ്രത്യാശയോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിൻഹിതം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻഹിതം പോലെ നടത്തണേ, പോകേണ്ട വഴി കാണിക്കണേ. നിൻഹിതം പോലെ
താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ, കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ, പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ, പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഈ അച്ഛൻ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ദിവസങ്ങളിലെ ഏറ്റവും നല്ല സാക്ഷ്യം സുസൻ ഡി സിൽവയുടെ സാക്ഷ്യമാണ്. ടെക്സാസിൽ നിന്ന് വന്ന് അവർ കുറേ വർഷങ്ങളായിട്ട് ടെക്സാസിൽ താമസിക്കുകയാണ്. അവരുടെ സാക്ഷ്യമാണ് ഈ ദിവസത്തെ ഏറ്റവും നല്ല സാക്ഷ്യം എന്ന് പറയുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാക്ഷ്യത്തിന് കുറേ അധികം ബിബ്ലിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉള്ളൊരു സാക്ഷ്യമാണ്. അവിടെ സാക്ഷ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഉടമ്പടി എടുത്ത പ്രധാനപ്പെട്ട വിഷയം അവിടെ ഫാറ്റി ലിവറാണ്. ഫാറ്റി ലിവർ എന്ന് അതിനു വേണ്ടി ചികിത്സിക്കാൻ വേണ്ടിയാണ് അവർ നാട്ടിൽ വന്നത്. കുറച്ച് നാച്ചുറോപ്പതിയൊക്കെ എടുത്ത് ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്ത് കുറച്ച് മെഡിസിനൊക്കെ എടുത്ത് അങ്ങനെ കാര്യം ഫാറ്റി ലിവർ അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് 78% ഫാറ്റ്. ഇപ്പോൾ 78% ഫാറ്റായി കഴിഞ്ഞാൽ കരളിലെ 78% കൊഴുപ്പായി. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരല്പം കൂടി 80-ലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉടനെ സിറോസിസ് ആവും. അപ്പോൾ സിറോസിസിൻ്റെ മഹോദര രോഗത്തിൻ്റെ ബ്രിമ്മിലാണ് നിൽക്കുന്നത്. മഹോദര രോഗത്തിൻ്റെ ബ്രിമ്മിൽ നിൽക്കുകയാണ്. അപ്പോഴേ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. റൊട്ടീൻ ടെസ്റ്റ്, നേഴ്സായ സീനിയർ നേഴ്സാണ് റൊട്ടീൻ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് പക്ഷേ റൊട്ടീൻ ടെസ്റ്റ് 78% ഫാറ്റ് ലിവറിന് ഫാറ്റെന്ന് കാണിച്ചപ്പോൾ അവരുടെ ഡോക്ടർ പറഞ്ഞു ഇത് നിങ്ങൾ ഇനിയൊരു ലിവറിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ്. കാര്യം ഇനി ശതമാനം കൂടിയാൽ ഉടനെ അത് മഹോദരമായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പം നാട്ടിൽ വന്നിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ലിവർ വേണ്ടി കുറച്ച് നാച്ചുറോപ്പതിയിലൂടെയൊക്കെ പോയി ലൈഫ് ചേഞ്ച് ചെയ്ത്, കാര്യം ലൈഫ് സ്റ്റൈൽ ഡിസീസാണല്ലോ ഇതൊക്കെ. അപ്പം അങ്ങനെ വന്നുകൊണ്ട് അതിനുവേണ്ടി വന്നതാണ്. പക്ഷെ അവർ എയറോഡ്രോമിൽ വന്നപ്പോൾ അവർ കണ്ട കാഴ്ച അതിനേക്കാൾ ഹൃദയഭേദകമാണ്. അവർ കരഞ്ഞു പോയൊരു കാഴ്ചയുണ്ട്. അവരെ വിളിക്കാൻ എപ്പോഴും മമ്മി വരും. മമ്മി വെച്ചാൽ മദറില്ലോ. അപ്പോൾ മദറില്ലോ ഇപ്രാവശ്യം വന്നപ്പോൾ അവർ കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റണില്ല. കഷ്ടപ്പെട്ടാണ് അവർ ഇറങ്ങണത്. അപ്പോൾ ഇവർ കരഞ്ഞുകൊണ്ട് മമ്മിയുടെ അടുത്ത് മമ്മി എന്നാ പറ്റിയെന്ന് ചോദിച്ച്. അപ്പോൾ അവർ കുറച്ച് അടുപ്പമുള്ളവരാണ്. മമ്മിയും മദറിലോയായിട്ട് ഭയങ്കര അടുപ്പമുള്ള ലേഡിയാണ്. അപ്പോൾ ചിലപ്പോൾ ഇവർക്ക് അനങ്ങാൻ പാടില്ല. മുട്ടിനും കുതികാലിനുമൊക്കെ നീര് വെച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അവർ ഇറങ്ങും, പക്ഷേ ഭയങ്കര സ്ലോയാണ്, ഭയങ്കര വേദനയാണ്. അപ്പോൾ ഈ രണ്ട് വിഷയമാണ് ഇവരുടെ പ്രശ്നം. ഒന്ന്, ഇവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പോൾ ജനുവരി 19 അവർ ഉടമ്പടി എടുക്കണത്. ജനുവരി 19 ഇവർ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഇവരുടെ മുമ്പിൽ കുറേ പ്രശ്നങ്ങളാണ്. ഒന്ന്, ഹസ്ബൻഡ് എന്താ പ്രോബ്ലംസ് ഉണ്ട്, ജോലി പ്രശ്നമുണ്ട്, കുഞ്ഞിൻ്റെ പ്രശ്നമുണ്ട്, 2 പ്രശ്നമായില്ലേ, 6 പ്രശ്നമല്ലേ വെക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഏറ്റവും വലിയ പ്രശ്നം അനിയത്തിക്ക് വീടില്ല. കുറേ നാളായിട്ട് അവർ വീടിന് വേണ്ടി ട്രൈ ചെയ്യുന്നതാണ്. അനിയത്തിക്ക് വീടില്ല. അപ്പോൾ ഇതെല്ലാം വിഷയം വെച്ച് ഇവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി മുകളിൽ കയറി അങ്ങനെ ഇരുന്ന് ഇവരെല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ കാര്യം ഈ ലിവർ സിറോസിസ് എഴുതണമെന്ന് ഓർത്ത്, പക്ഷേ അപ്പോൾ അത് 7 കാര്യമാകും. അതാണ് എൻ്റെ പ്രശ്നം. ലിവർ സിറോസിസ് കൊണ്ട് എഴുതിയാൽ 7 കാര്യമായി പോകും. അപ്പോൾ 7 കാര്യമായി കഴിഞ്ഞാൽ
അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് അവർ നോക്കിയിട്ട് ഹസ്ബൻഡ് മാറ്റാൻ പറ്റത്തില്ല, ജോലി പ്രശ്നമാണ്, കുഞ്ഞിൻ്റെ രോഗമാണ്, അത് മാറ്റാൻ പറ്റത്തില്ല, അമ്മായിയമ്മയുടെ പെരുമുട്ട് വേദനയാണ്, അവർക്ക് നടക്കാൻ പറ്റത്തില്ല, അത് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, മാറ്റാൻ പറ്റാത്ത കുറേ കാര്യം കൂടിയുണ്ട്, അപ്പോൾ അത് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം എടുത്തിട്ട് പിന്നീടുള്ളത് അനിയത്തിയാണ്. അപ്പോൾ അനിയത്തിയുടെ ഒരു പ്രശ്നം, അവർക്ക് വീടില്ല, കുറേ വർഷങ്ങളായിട്ട് വീടില്ല. പക്ഷേ അത് മോളിൽ ക്ലാസ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഇവർ താഴെ നിന്നെല്ലാം എഴുതിയായിരുന്നു. ഫാറ്റ് ലിവർ ഒഴിച്ച് ബാക്കി ഫാറ്റ് ലിവർ എഴുതാൻ പറയുമ്പോൾ അതിന് മുമ്പ് തന്നെ 6 കാര്യങ്ങളായത് കാരണം ഫാറ്റ് ലിവറിൻ്റെ സൗഖ്യപ്പെടാൻ വേണ്ടിയാണ് അവർ ഉറമ്പടി എടുക്കാൻ വന്നതും ഈ ചികിത്സയ്ക്ക് വന്നതൊക്കെ അതിൻ്റെ ഉദ്ദേശമാണ്. പക്ഷേ അത് എഴുതാൻ പറ്റണില്ല, അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉള്ളത് കാരണം അത് എഴുതാൻ വിട്ടുപോയതല്ല, എഴുതാൻ പറ്റാതെ വന്നു, സ്പേസ് ഇല്ല, 6 കാര്യങ്ങളിൽ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊരു മാനുഷ്യമായ ചിന്ത വന്നതാണ് പറയണത്. കാര്യം എന്താ, അനിയത്തിയുടെ വീട് അനിയത്തിക്ക് എപ്പോഴായാലും കിട്ടും, അതാണ് വിഷയം. അനിയത്തിയുടെ വീട് അനിയത്തിക്ക് എപ്പോഴായാലും കിട്ടും, അത് വേണമെങ്കിൽ വെട്ടിയിട്ട് എൻ്റെ ഫാറ്റ് ലിവർ എഴുതിയാൽ എന്താണ് എന്നവർ ചിന്തിച്ചു പോയി. കാര്യം അവർ ഫാറ്റ് ലിവർ ഇപ്പോൾ മോശമായ കണ്ടീഷനിൽ നിൽക്കണമല്ലോ. അപ്പം അനിയത്തിൻ്റെ വീട് മാറ്റിയിട്ട് ഫാറ്റ് ലിവർ എഴുതാം എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ എഴുതിക്കൊണ്ട് അപ്പോഴുടനെ ഈശോയുടെ കൺസെൻറ്റ് ചോദിച്ചു. അപ്പോൾ അവർ എഴുതിപ്പോയതല്ലേ, ഉടമ്പടിയിൽ എഴുതിപ്പോയതാണ്, ഉടമ്പടി ചെയ്തിട്ടില്ല, എഴുതിപ്പോയതാണ്. അപ്പോൾ എഴുതിപ്പോയ കാര്യങ്ങൾ ഇനി അത് അനിയത്തിയുടെ വീടിൻ്റെ കാര്യം വെട്ടണോ എന്ന് ഇത് എടുക്കാൻ വേണ്ടി ഈശോയുടെ കൺസെൻറ്റ് ചോദിച്ചു. കൺസെൻറ്റ് ചോദിച്ചുകൊണ്ട് അവർ വിശ്വപ്രമാണം ചൊല്ലി ആ ക്ലാസ്, ഉടമ്പടി ക്ലാസ് നടക്കുമ്പോൾ തന്നെ ബൈബിൾ ഓപ്പൺ ചെയ്യും. അപ്പോൾ ബൈബിൾ ഓപ്പൺ ചെയ്തപ്പോൾ ഈശോ പറഞ്ഞ്, എൻ്റെ കൃപ, കർത്താവിൻ്റെ കൃപ ഞാൻ എല്ലാവർക്കും ആവശ്യത്തിലേറെ നൽകുന്നുവെന്ന് പറഞ്ഞു. അപ്പോഴത് ഐഡിയ ക്ലിയറായി. അപ്പോൾ കർത്താവിൻ്റെ കൃപ ഉദാരമായി എല്ലാവർക്കും കൊടുക്കുന്നു, അതാണ് അവർക്ക് കിട്ടിയ മെസ്സേജ്. ആ മെസ്സേജ് കിട്ടിയപ്പോൾ അവർക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറയണത്, ഇപ്പോൾ എൻ്റെ ഫാറ്റ് ലിവർ എഴുതിയില്ലെങ്കിലും കർത്താവ് ആ വിഷയത്തിൽ ഇടപെട്ടുള്ളൂ എന്നാണല്ല വചനത്തിൻ്റെ ഒരു ഫീൽ. അതാണ് വചനത്തിൻ്റെ ഒരു ഫീൽ, അതാണ് നീ ഫാറ്റ് ലിവറെ പ്രത്യേകിച്ച് എഴുതിയില്ലെങ്കിലും എൻ്റെ കൃപ ഞാൻ എല്ലാവർക്കും സമർത്ഥമായി നൽകുന്നുവെന്നാണ്. അപ്പം അത് എഴുതേണ്ട കാര്യമില്ല, അത് പ്രാർത്ഥനയിൽ നീ വെച്ചാൽ മതിയെന്ന് മാത്രമാണ്. എന്നിട്ട് അനിയത്തിൻ്റെ കാര്യം എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ തീരുമാനമായി. ഇവിടെ ഈ സൂസൻ ഡിസിൽവയുടെ ഈ ഒരു അപ്രോച്ചില്ലേ, അതൊരു പ്രധാനപ്പെട്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓപ്ഷൻസ് ഇല്ല, 7 കാര്യങ്ങൾ വന്നുപോയി, ഒരേ പ്രാധാന്യമുള്ള 7 കാര്യങ്ങൾ വന്നു. അപ്പോൾ 7 കാര്യങ്ങളിൽ ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ചിലരാണെങ്കിൽ ഒന്ന് വെട്ടിയിട്ട് അങ്ങനെ അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് വെട്ടിയിട്ട് അടുത്ത് എഴുതി വെക്കും, അവളെല്ലാം അനിയത്തിയെല്ലാം ഉടമ്പടി ചെയ്യണത്, ഞാനല്ല വണ്ടിക്കാറ്റും മുടക്കി ഇവിടെ വന്നത്, പിന്നെ എന്തിനാണ്, അപ്പോൾ ഞാനിതിന് വേണ്ടിയില്ല നാട്ടിൽ വന്നത്, ഇനി എൻ്റെ കാര്യം എഴുതാവില്ല എന്ന് പറയുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ഉള്ളത് കാരണം ഈ സ്നേഹത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിക്കത്തില്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് പറയും, നീ ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ പോണില്ലേ, ഈശോയോട് ചോദിച്ചിട്ട് ചേഞ്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. പരിശുദ്ധാത്മാവ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അനിയത്തിനെ വിട്ട് ദൂരെ കളയും, നിങ്ങളുടെ ഇത് എടുത്തിട്ട് വെക്കും. ഇതുകൊണ്ട് ഈ മിനിമം ഹോളി സ്പിരിറ്റ് വെക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. എപ്പോഴും ഒരു കാര്യം ഉടമസ്ഥാവകാശം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ ഈ ഉടമസ്ഥാവകാശം ഇല്ലെന്നുണ്ടെങ്കിൽ, ഉടമസ്ഥാവകാശം പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകണത്, ഒരു വിശ്വാസി നൽകണത് ഉടമസ്ഥാവകാശം എന്നാണ്. അതായത് ദൈവത്തിൻ്റെ ആളാണ് നീ, എന്നാൽ ദൈവമാണ് നിൻ്റെ ഉടമസ്ഥൻ. ആ ഒരു ഉടമസ്ഥാവകാശം സൂക്ഷിക്കേണ്ടത് കടമ നമ്മുടേതാണ്. നമുക്ക് ഉടമസ്ഥാവകാശം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് ബ്ലാങ്കായിട്ട് കിടക്കത്തില്ല, അതാണ് പ്രശ്നം. കാര്യം വേറെ ആൾക്കാർ കയറി അതിൻ്റെ അകത്ത് ഉടമസ്ഥാവകാശം സ്ഥാപിക്കും, അതാണ് വിഷയം. ഇപ്പം അതായത് എഫേസ്യസ് 4:30 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയത് മലയാളം വെർഷനാണ്. അതിൻ്റെ ഓണർഷിപ്പ് എന്നാണ് ഇംഗ്ലീഷ് വേർഷനിൽ കിടക്കുന്നത്. അത് ഞാൻ ഉടമസ്ഥത എന്ന് പറയാൻ കാര്യം.
മുദ്രിതമാക്കുമ്പോൾ നമുക്കറിയാം രക്ഷയുടെ ദിനത്തിന് വേണ്ടി ഒരു മനുഷ്യനെ ദൈവം ഉടമസ്ഥതയിൽ കൊണ്ടുവരികയാണ് നമ്മുടെ. അപ്പം മിനിമം ഇപ്പോൾ ഈ ഡിസ്ലിവായുടെ വിഷയമെന്ന് പറയണത് അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഉടമസ്ഥതയിലാണ് അവരെ. അതുകൊണ്ടാണ് സ്വന്തം വിഷയം മാനസികമായി ചിന്തിച്ചപ്പോൾ സ്വന്തം ലിവറിൻ്റെ സൗഖ്യമല്ലേ പ്രധാനപ്പെട്ടത്, അനിയത്തിൻ്റെ വീട് എപ്പോഴായാലും കിട്ടുമല്ലോ എന്ന് ചിന്തിച്ച് സഹോദര സ്നേഹത്തിനെതിരെ സ്വന്തം വിഷയം ചിന്തിച്ചപ്പോൾ ഉടനെ അറ്റാക്ക് വന്ന് കണ്ടില്ലേ. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്ന് പറയണത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ അപ്പത്തന്നെ നിങ്ങൾ അനിയത്തിനെ വെട്ടി ദൂരെ കളയും, എന്നിട്ട് നിങ്ങളുടെ കാര്യം എഴുതി വെക്കും. അതാണ് പ്രശ്നം. ആധ്യാത്മികത എന്ന് പറയുന്നത് സൂക്ഷ്മതയാണ്. ശരിക്കും പറഞ്ഞാൽ അത് എപ്പോഴും നയിക്കപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിലാണ്. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ ഉടമസ്ഥതയിലെ ജീവിക്കാൻ ആവശ്യമായ ജീവിത വിശുദ്ധിയിലൂടെ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട എഫേസ്യസ് 4:30 വചനത്തിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെയാണ്: ഡു നോട്ട് മേക്ക് ഹോളി സ്പിരിറ്റ് സാഡ്. നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ബിക്കോസ് ഹോളി സ്പിരിറ്റ് ഈസ് ദ ഗോഡ്സ് മാർക്ക് ഓഫ് ഓണർഷിപ്പ് ഓൺ യു എന്നാണ്. ഓണർഷിപ്പ് അതായത് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ഉടമസ്ഥതയുടെ മുദ്രയാണ്. ഇപ്പോൾ എന്താ ഞാൻ ഇങ്ങനെ പറയാമോ, ഈ സൂസൻ ഡിസിൽവയ്ക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയെക്കുറിച്ച് പറയുകയാണ് ഞാൻ. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ഗോഡ്സ്, ഹോളി സ്പിരിറ്റ് ഇസ് ദ ഗോഡ്സ് മാർക്ക് ഓഫ് ഓണർഷിപ്പ് ഓൺ യു. അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട്. ആ പരിശുദ്ധാത്മ നിറവുള്ളത് കൊണ്ട് തന്നെ ഗോഡ്സ് മാർക്ക് ഓഫ് ഓണർഷിപ്പാണ്, ദൈവത്തിൻ്റെ ഉടമസ്ഥതയുടെ മുദ്രയാണ്. അതുള്ളത് കൊണ്ടാണ് അവർ റീതിങ്ക് ചെയ്യണത്. എന്താ റീതിങ്ക് ചെയ്യണത്? കർത്താവിനോട് ചോദിക്കാം എന്ന്. കർത്താവിനോട് ചോദിക്കാം. അനിയത്തിൻ്റെ പേര് ഉടമ്പടിയിൽ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ കർത്താവിനോട് ചോദിക്കാം, അല്ല ഞാൻ സ്വന്തമായിട്ട് തീരുമാനിക്കണില്ല. അതാണ് പ്രശ്നം. അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഗോഡ്സ് ഓണർഷിപ്പ് ആയിട്ട് പരിശുദ്ധാത്മാവ് നമുക്കുണ്ടാകണം. ഇതുകൊണ്ടാണ് ഞാൻ എന്നും നിങ്ങളോട് പറയണത് മിനിമം പരിശുദ്ധാത്മാവിനെ നിലനിർത്തണമെന്ന് പറയണത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മ വിട്ടുപോയാൽ നമ്മൾ നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യും. അത് ലോകാരൂപിയിലായിരിക്കും ചെയ്യണത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കൺസേൺ, അതിൻ്റെ അകത്ത് കൺകറൻസ് ഒന്നും അതിൻ്റെ അകത്ത് കിട്ടത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവളെ ചോദിച്ചപ്പോൾ ഉടനെ കർത്താവിന് മറുപടിയും പറഞ്ഞു. എന്താ പറഞ്ഞത്? കർത്താവിൻ്റെ കൃപ എല്ലാവർക്കും ഞാൻ ഇഷ്ടം പോലെ നൽകുന്നു. പിന്നെ നിനക്ക് നിൻ്റെ പേര് വെച്ചിരിക്കുന്നില്ല എന്നോർത്തുകൊണ്ട് നീ ടെൻഷൻ അടിക്കേണ്ടെന്നാണ് ഈശോ പറയണത്. നിൻ്റെ പേര്, നിൻ്റെ ഫാറ്റി ലിവറിൻ്റെ വിഷയം
ഉടമ്പടിയിൽ ചേർത്തിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നീ ടെൻഷൻ അടിക്കേണ്ടെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. കൈ ഇടിച്ച് കിടത്ത ആനസ്വല്ലി കൈ അടിച്ചോട്ട് പാടുക. സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, നമ്മൾ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത്. ദൈവസന്നിധിയിൽ സ്നേഹത്തോടെ ഇരിക്കുന്നുവെന്ന് നീ തിരിച്ചറിഞ്ഞാൽ തന്നെ നിനക്ക് അവിടെ വെച്ച് വിടുതലും സൗഖ്യവും ഉണ്ടാവും. പ്രാർത്ഥിക്കണമെന്ന് പോലില്ല. ദൈവസന്നിധിയിൽ സ്നേഹത്തോടെ ആണ് ഞാനിവിടെ സാന്നിധ്യം നൽകുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വലയത്തിലാണ് ഞാൻ എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ സൗഖ്യം ഉണ്ടാവും. കാര്യം അനുഭവം ഒക്കെ ഉണ്ടാകുന്നത് അറിവിൽ നിന്നാണ്. അറിവിൻ്റെ ഏറ്റവും നിലവാരമുള്ള അറിവ് തിരിച്ചറിവാണ്. ദൈവസന്നിധിയിലാണ് നിൽക്കുന്നതെന്നുള്ളത് ആത്മാഭിഷേകത്തോടെ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ സൂസൻ ഡിസിൽവയെ അവതരിപ്പിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരിലൂടെ ഉണ്ടാകുന്ന ഒരു സൈലൻ്റ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമുക്കത് വളരെ ടഞ്ചബിളായിട്ട് മനസ്സിലാകും. ആ സാക്ഷ്യം കേൾക്കുമ്പോഴേ അവർക്കത് മനസ്സിലായിട്ടുള്ളതെന്ന് അറിയത്തില്ല, പക്ഷേ അത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാര്യം അല്ലെങ്കിൽ കർത്താവ് ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവൻ ലോകാരൂപിയിലോ മനുഷ്യാരൂപിയിലാണ് നയിക്കപ്പെട്ടിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 78% ദാറ്റ് മീൻസ് ബ്രിമ്മിൽ നിൽക്കുകയാണ്. അതായത് ലിബറസിൻ്റെ ബ്രിമ്മിൽ നിൽക്കുന്ന ഒരാൾ, അവർ അതിനു വേണ്ടിയാണ് ചികിത്സയ്ക്ക് വേണ്ടി വന്നത്, അതിനു വേണ്ടിയാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. പക്ഷെ മറ്റുള്ള അപ്പൻ്റെയും അമ്മയുടെയും അമ്മായിയമ്മയുടെയും കുഞ്ഞിൻ്റെയും ഭർത്താവിൻ്റെയും കാര്യങ്ങളൊക്കെ അനിയത്തിൻ്റെയും കാര്യം ഓർത്തപ്പോൾ ഇത് വിട്ടുപോയതാണ് ശരിക്കും. പക്ഷേ അത് ക്ലാസ്സിൽ ചെന്നപ്പോൾ അത് ഓർത്ത് വീണ്ടും ഓർത്തപ്പോൾ അവർക്ക് അത് വെട്ടാൻ തോന്നണില്ല. വെട്ടാൻ തോന്നണ മുമ്പ് ഈശോയോട് ചോദിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആ ചോദിക്കാമെന്ന് വിചാരിച്ചതാണ് പരിശുദ്ധാത്മാവിൽ അവരിലുണ്ടെന്നതും രക്ഷയുടെ ദിനത്തിനായി അവരെ മുദ്രപ്പെടുത്തുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവരിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയണത്. ഇതേ ഒരു സ്റ്റാൻഡേർഡിലേക്ക് സ്റ്റാറ്റസിലേക്കും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടി സ്തുതിക്കേണ്ട. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങൾ നീ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിലൂടെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. അപ്പോൾ ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇവർ എഴുതാതെ തന്നെ മനസ്സുകൊണ്ട് ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് സഹോദര സ്നേഹത്തോടെ ഉടമ്പടി ചെയ്തിട്ട് അവർ തിരിച്ചു പോകും. തിരിച്ചു പോകുന്നത് ഒരു നാച്ചുറോപ്പതി ഹോസ്പിറ്റലിലേക്കാണ് തിരിച്ചു പോണത്. ആ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിൽ അവർ തിരിച്ചു ചെന്നിട്ട് അവരവിടെ സ്കാനിങ്ങും ടെസ്റ്റിങ്ങും ലാബും ഒന്നുമില്ല. നാച്ചുറോപ്പതിയാണ് അവിടെ ഉള്ളത്.
പക്ഷേ ഇവർ ഡോക്ടറിനോട് പറയും, ഡോക്ടറെ എൻ്റെ മെഡിക്കൽ സ്റ്റാറ്റസ് ഒന്ന് നോക്കണം, ടെസ്റ്റ് ചെയ്യണം. കാര്യം ഇവിടെ നിന്ന് ഞാൻ ചികിത്സ എടുത്താലും ഇത് കഴിയുമ്പോൾ എന്ത് ഗ്രോത്ത് ഉണ്ടായെന്ന് ഞാൻ അറിയണമല്ലോ എനിക്ക്. അപ്പോൾ ഇവർ ഉടമ്പടി എടുത്തിരിക്കണത് എന്നാണ്? ജനുവരി 19. ഇവർ മെഡിക്കൽ ഇവർ നാച്ചുറോപ്പതി ചെന്നിരിക്കണത് എന്നാണ് ജനുവരി 23. അപ്പോൾ ഡോക്ടറിനോട് പറയാം അവർ എൻ്റെ മെഡിക്കൽ സ്റ്റാറ്റസ് എടുക്കണം. കാര്യം ഞാനിവിടെ 2 ആഴ്ചത്തെ ചികിത്സ കഴിയുമ്പോൾ എന്ത് ഗ്രോത്ത്, എന്ത് ഡിഫറൻസ് ഉണ്ടായെന്ന് എനിക്കറിയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഓക്കെ യു ടേക്ക് എന്ന് പറയും. ഉടനെ അവർ എടുക്കുമ്പോൾ അവർ കാണുന്നൊരു ഞെട്ടിപ്പിക്കുന്ന സത്യമുണ്ട്. എന്താണ് കാര്യം? 78% ഉണ്ട് ലിവർ സിറോസിസ്, അത് 0 ആയിരിക്കണം. കൈ ഇടിച്ച് കിടത്താൻ ഉടമ്പടിയിലൂടെ സമയബന്ധിതമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന അവിടുത്തെ സ്നേഹത്തിൽ ഈ സാക്ഷ്യം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് 19-ാം തീയതി ഒരു ഉടമ്പടി എടുത്തിരിക്കുന്നു. ഇവരെപ്പോഴാണ് ലാബ് ടെസ്റ്റ് ചെയ്യണത്? 19-ാം തീയതി വരെ ഉണ്ടാകുന്നവരുടെ മെഡിക്കൽ ടെസ്റ്റ് 78% ലിവറിൽ കൊഴുപ്പ്. ഇവർ ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോ എന്താ പറഞ്ഞത്? കർത്താവിൻ്റെ കൃപ എല്ലാവർക്കും ആവശ്യം പോലെ നൽകുന്നതാണ്. അതാണ് സംഭവം. കാര്യം ഉടമ്പടി കൃപയുടെ പ്രാർത്ഥനയാണല്ലോ. ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് 4 ദിവസം 23 ആയപ്പോഴാണ് ടെസ്റ്റ് ചെയ്യണത്. ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? ഇത് നോർമലായിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? ഉടമ്പടി 4 ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യണത്. ഉടമ്പടി ഉടനടി പരിഹാരമെന്ന് അമ്മ ആദ്യം പറഞ്ഞത്. 2016 ഉടമ്പടി നൽകിക്കൊണ്ട് എന്നോട് പറഞ്ഞത് ഉടനടി പരിഹാരമെന്നാണ്. അപ്പോൾ എന്നോട് സഭയുടെ അധികാരികളെ പറ്റുമ്പോൾ ഞാൻ ഉടമ്പടി പരിഹാരം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാകും. ജനങ്ങൾ ഇതിലിറങ്ങി ചാടി ഇതിനകത്ത് വീഴും. അപ്പോൾ ചില ആൾക്കാരെ കിട്ടിയില്ലേ പിന്നെ അത് പ്രോബ്ലം ആകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഭയുടെ അധികാരികൾ എന്നോട് കറക്റ്റ് ചെയ്ത് ഉടനെ ഞാൻ ഉടനെ ഞാൻ എൻ്റെ ഹെഡിങ് ചേഞ്ച് ചെയ്തായിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞത് ഉടനടി പരിഹാരം തന്നെയാണ്. പക്ഷെ ഉടനടി പരിഹാരം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഇതിൻ്റെ പരിഹാരം. ലോകാരൂപിയ ദുഷ്ടാരൂപിയാണ് നിലയിലുള്ളതെന്നുണ്ടെങ്കിലാണ് ഇത് സമയമെടുക്കുന്നത്. അപ്പോൾ ഉടമ്പടിയുടെ സമയമെടുക്കുന്നത് നിൻ്റെ കുഴപ്പമാണ്. കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണമെന്ന് പറയണത് പരിശുദ്ധാത്മാവിൻ്റെ പ്രഥമ ഫലം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രഥമ ഫലം സ്നേഹമാണ് അല്ലേ? അത് ഉറക്കല്ലേ? കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ഇപ്പോൾ ഗലാത്യർ 5:22 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. അപ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ്? ഒന്നാമത്തെ എന്താണ്? സ്നേഹമാണ്. ഈ സ്നേഹത്തിൽ സഹോദര സ്നേഹമാണ് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ അനിയത്തിക്ക് വീടില്ലാത്ത കാര്യം വെച്ചിട്ട് സ്വന്തം ഫാറ്റ് ലിവർ മാറ്റിയിരിക്കുന്നത്. അതാണ് വിഷയം. അതാണ് സഹോദര സ്നേഹം എന്ന് പറയുന്നത്. ഈ സാധനം കൃപാസനത്തിൽ വെച്ച് തന്നെ സ്നേഹം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ പ്രശ്നം തീർന്ന്. പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ഫലം എന്താണ്? സ്നേഹമാണ്. അപ്പോൾ സ്നേഹം എന്ന് പറയുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹം നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം നമ്മൾ ഈ അച്ഛൻ്റെ നിങ്ങളുടെയൊക്കെ മൊബൈലിൽ സ്മാർട്ട് ഫോണില്ലേ, ടച്ച് സ്ക്രീനിൻ്റെ സ്മാർട്ട് ഫോൺ നമ്മൾ അത് ഓഫായിട്ടിരുന്നിട്ട് പിന്നീട് ഓൺ ചെയ്യണമെങ്കിൽ ആദ്യം എഴുതി കാണിക്കണത് എന്താ? ടച്ച് സ്ക്രീനിൻ്റെ സ്മാർട്ട് ഫോൺ ഓഫായിരുന്നിട്ട് പിന്നെ നമ്മൾ ഓൺ ചെയ്യണമെങ്കിൽ ആദ്യം എഴുതി കാണിക്കണത് എന്താണ്? ആൻഡ്രോയിഡ് എന്നല്ല പറഞ്ഞത്. എന്താ പറയണത്? ഇത് പവേഡ് ബൈ ആൻഡ്രോയിഡ്, സെക്യൂർഡ് ബൈ നോക്സ്.
രണ്ടും സോഫ്റ്റ്വെയറാണ്. അപ്പോൾ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വഴിയാണ് ഇത് പവർ ചെയ്യണതെന്നാണ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം എന്നറിയാമോ? ഉടമ്പടി, മരിയൻ ഉടമ്പടി പവേഡ് ബൈ എന്താണ് അതറിയണം ആദ്യം. മരിയൻ ഉടമ്പടി എന്ന് പറയുന്ന സംഭവം അത് പവേഡ് ചെയ്യും. ഇപ്പം അവർക്ക് പവറായല്ല, അത് പവേഡ് ബൈ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. അതാണ് വിഷയം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലാണ് ഇത് പവറാകണത്. രണ്ട് രീതിയിൽ മരിയൻ ഉടമ്പടി പവേഡാവും. പവേഡ് ബൈ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പവേഡ് ബൈ മരിയൻ സ്പിരിച്വാലിറ്റി. രണ്ടും ശരിയാണ്. മരിയൻ കവനൻറ്റ് ഈസ് പവേഡ് ബൈ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ ഇത് പവറാകും, പെട്ടെന്ന് പവറാകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഉടമ്പടി എടുത്തിരിക്കുന്നവർ ഇടിച്ചു തല്ലി പോയി നോക്കേണ്ടത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. എന്തൊക്കെയാണ് ഫലങ്ങൾ? ഒന്നുകൂടെ വായിച്ചേ. ആത്മാവിന്റെ അതായത് ഗലാത്യർ 5:22 ഒന്ന് പറഞ്ഞ, എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പറയണത്. ഗലാത്യ സഭയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലിക സഭയാണ് ഗലാത്യ സഭ. അവിടെ ഒരു ഇപ്പം സഭയിൽ 120 കോടിയോളം ആൾക്കാരുണ്ട് ഈ കത്തോലിക്ക സഭയിൽ മാത്രം. അത് 130 കോടിയാന്ന് പറയും. ഈ 130 കോടി ആൾക്കാർക്കും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അറിയാമോയെന്ന് ചോദിച്ചാൽ ഇന്ന് ജപ എന്നൊക്കെ അടിക്കും. അതാണ് പ്രശ്നം, അതാണ് പ്രോബ്ലം. അത് പ്രോബ്ലമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ആദിമസഭയിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. ഇതാണ് വിഷയം. ഇന്ന് എത്ര ശതമാനം പേർക്ക് അറിയാം? ദൈവത്തോട് വളരെ അടുത്ത് നിൽക്കുന്നവർക്ക് വരെ കമ്മിയായിട്ടും കട്ടിയായിട്ടും അറിയാൻ പാടുള്ളൂ. ഇവിടെയാണ് പ്രോബ്ലം വന്നിരിക്കുന്നത്. അവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ സാർവത്രിക സഭ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ സഭയെക്കുറിച്ച് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അറിയാവുന്ന രീതിയിലേക്ക് നമ്മുടെ പബ്ലിക് എഡ്യൂക്കേഷൻ, സഭയുടെ എഡ്യൂക്കേഷൻ. അപ്പോൾ ഞാനൊക്കെ ചെയ്യണത് എന്താ? പബ്ലിക് എഡ്യൂക്കേഷനാണ്, സഭയുടെ പൊതുവിദ്യാഭ്യാസമാണ് ചെയ്യണത്. ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യണത്? ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യണതാണ്. വേറെ ഇതിൻ്റെ അകത്ത് യാതൊരു മോട്ടീവിലും ദൈവത്തിന് അറിയാം. കാര്യം ഇതിൻ്റെ വളർച്ച കാണുമ്പോൾ അറിയാം. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ വളർച്ചയല്ല ഇത് വളർന്നു കൂട്ടണത്. ഞങ്ങളുടെ അധ്വാനം വളരെ ഒരു 15% 20% അധ്വാനം നമുക്ക് ആപത്തുള്ളൂ. ഞാൻ തന്നെ ഇടവക അച്ഛനായിരുന്നിട്ട് ഇടവക ജോലിയല്ല, 800 വീട്ടുകാർ വരെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇടവക വികാരിയായിട്ട്. എൻ്റെ അസിസ്റ്റൻ്റ് പോലും എനിക്കില്ലായിരുന്നു. ആ സമയത്താണ് ഞാൻ കൃപാസനത്തിന് ഇവിടെ തുടങ്ങിയത്. അതാണ് പ്രശ്നം. എൻ്റെ വെച്ചാൽ ആ ഇത്രയും ഉത്തരവാദിത്തത്തിൽ നിന്നിട്ട് ഞാൻ 24 കിലോമീറ്ററിൽ നിന്ന് അകലെ വന്നിട്ട് ഇവിടെ തുടങ്ങിയ സംഭവമാണിത്. ആ കാലങ്ങളിലെല്ലാം ഞാൻ ഒത്തിരിയേറെ ടെൻഷനും പ്രഷറും അടിച്ച് അമ്പലപ്പുഴ വെച്ച് എനിക്ക് പ്രഷർ കൂടി അവസാനം ക്രിയാറ്റിനായിട്ട് ചേഞ്ച് ചെയ്ത്. കാര്യം ഇതും അതും കൂടി എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ വിഷമിക്കുമായിരുന്നു. അവിടെ മരണവും കല്യാണവും ക്ലാസ്സൊക്കെ വരുമ്പോൾ ഇവിടെയും ആരാധനയും മരിയൻ തപസ്സും രാത്രിയൊക്കെ ഞാൻ ഇവിടുന്ന് 3 മണിക്കൊക്കെയാണ് ഇവിടുന്ന് പോയിക്കൊണ്ടിരുന്നത്. എല്ലാവരെയും കാണും. മരിയൻ തപസ് കൂടുന്ന ആൾക്കാരെ 11 മണിക്കാണ് ദിനം തീരണത്. 11 തൊട്ട് വെളുപ്പിന് 3 മണി ഇരുന്നുകൊണ്ട് ഇതെവിടെ ഇരുന്നുകൊണ്ട് എല്ലാവരെയും കാണും. കാര്യം എനിക്ക് 5-6 മണിക്കവിടെ കുർബാനമുണ്ട്. പിന്നെ ഞാൻ അവിടെ ഉടനെ ഇവിടുന്ന് പോയി ബുദ്ധിയും ബോധവും ഇല്ലാതെ ഉറങ്ങാതെയും പോയി. അപ്പോൾ ഇങ്ങനെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഉണ്ട്. ശരിക്കും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സത്യമേ ഉള്ളൂ. എന്താ കാര്യം? കർത്താവിനെ അറിയാത്തവർ അറിയണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. ദൈവമായിരിക്കണം നിൻ്റെ ഉടമ്പടിയുടെ ആത്യന്തിക ലക്ഷ്യമെങ്കിൽ ഉടമ്പടി ഇന്ന് കത്തും. കൈയിട്ടിച്ച് കർത്താവിനെ ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതും ചെയ്തിടുവിൽ. ജീവിതം ധന്യമായി തീർന്നിടും.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.